ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോ. ആദ്യം തന്നെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ തന്നെ വിഭവം നമുക്ക് ഉണ്ടാക്കാം. കഴിഞ്ഞ എപ്പിസോഡ് പഴം പരിപ്പ് പ്രഥമനായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഇന്നത്തെ വിഭവം പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നോക്കിയിട്ട് വരാം. ഞാനിവിടെ ചെറിയൊരു അളവിലാണ് മാമ്പഴ പുളിശ്ശേരി കാണിക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് ഒരു മൺചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് മാങ്ങ കഷ്ണങ്ങളും അതുപോലെ മാങ്ങ അണ്ടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കണം. മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേവിക്കാൻ എടുക്കില്ല. ചിലവർ മാങ്ങയും വെള്ളരിക്കയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ വെള്ളരിക്കയുടെ വേവുന്ന സമയം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കുകയുള്ളൂ മാങ്ങ വേവാൻ. ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും നന്നായിട്ട് അരച്ചിട്ട് എടുക്കണം. ഈ അരപ്പ് നന്നായിട്ട് വെന്ത മാങ്ങയിലേക്ക് നമ്മൾ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വേവിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കുകയുള്ളൂ ഇത് വേവാൻ. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. വളരെ പതുക്കെ വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. ഏകദേശം 5 മിനിറ്റിന് ശേഷം തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് മോര് റെഡിയാക്കി എടുക്കാം. മോരിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് യൂസ് ചെയ്തത്. 1/4 കപ്പ് തൈര് കുറച്ച് വെള്ളവും കൂടി മിക്സിയിൽ അടിച്ച ശേഷം 1 കപ്പ് മോരാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മോര് കറിയിലേക്ക് ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫാണ്. പാത്രത്തിൻ്റെ ചൂടുകൊണ്ടാണ് ഇനി ഈ മോരിന് ചൂടാവാൻ പോകുന്നത്. കറിക്ക് പാകത്തിന് ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. നല്ല ചൂടുള്ള സമയത്ത് മോര് ചേർത്താൽ മോര് പിരിഞ്ഞു പോകും. അടുത്തതായിട്ട് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ 2 വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂക്കണത് വരെ ഇളക്കിയിട്ട് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. ഈ സമയത്ത് എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് വേണം പുളിശ്ശേരിയിലേക്ക് ചേർക്കാൻ. ഈ സമയത്ത് ഉടനെ നിങ്ങൾ ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റിന് ശേഷം വളരെ പതുക്കെ സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ ആ എണ്ണയുടെ ചൂട് കൊണ്ട് ചിലപ്പോൾ പുളിശ്ശേരി മോര് പിരിഞ്ഞു പോയ പോലെ വരാം. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്നും അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പുളിശ്ശേരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ സദ്യയ്ക്കൊക്കെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പാകത്തിന് പുളിയും ഉണ്ടാവും. ഇനി നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തൈര് തലേദിവസം പുറത്തിറക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോഴായിരിക്കും പാകത്തിന് പുളി കിട്ടുക. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വിധം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.